നമസ്കാരം. നമുക്കേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ ഓർക്കുക, പേരോർക്കുക, മുഖം ഓർക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേറ്റസ് ഓർക്കുക. എന്താണ് ഇപ്പോൾ ഈ നിമിഷം ഏഞ്ചൽസിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി തരാനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇറ്റ്സ് അപ് ടു യു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. അതായത് ചിലപ്പോൾ റെഡ് ഫ്ലാഗ്സ് ഒക്കെ ഒരുപാട് യൂണിവേഴ്സ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. റിലേഷൻഷിപ്പ് മോസ്റ്റ്ലി സ്റ്റക്കായിരിക്കും. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും അതിലൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. ഇറ്റ് ഈസ് അപ് ടു യു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഏഞ്ചൽസിലൂടെ പറഞ്ഞു തരുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോയ്സ് എടുക്കാം, മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. അതിനുള്ള വഴി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കട്ടൻ ക്ലിയർ ആയിട്ട് പറയുക. അവിടെ ഇനിയൊരു ക്ലാരിറ്റി ഇല്ലായ്മയുടെ പ്രശ്നം ഉണ്ടാവരുത്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ദെൻ വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ മൂവിങ് എങ്ങോട്ടാണെന്ന് നോക്കുക. വീണ്ടും റെഡ് ഫ്ലാഗ്സ് ആണ്. നിങ്ങൾ മാത്രമാണ് എഫേർട്ട് ഇടുന്നതെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക. കാരണം ഇറ്റ് ഈസ് അപ് ടു യു എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് കാർഡ് വന്നിട്ട് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. ഇതെന്താ അറിയുമോ, നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ശരിക്കും ഒരുപാട് റെഡ് ഫ്ലാഗ്സ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ പല പ്രാവശ്യം ഗൈഡൻസ് എടുത്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. ഇപ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടും നിങ്ങളായിരിക്കും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് നിങ്ങൾക്കാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക, സെൽഫ് ലവ് ചെയ്യുക. അപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെയാണ് മറ്റുള്ള ആളുകളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഗുഡ് ബൈ പറഞ്ഞു പോരാൻ പറ്റാത്തത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളോട് തന്നെ ഇതേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. സെൽഫ് ലവ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം യൂണിവേഴ്സ് തരും. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാൻ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നത്. ഇറ്റ് ഈസ് അപ് ടു യു. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഉത്തരം അവിടെ നിന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.